BSc നഴ്സിംഗ് 2025 അഡ്മിഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും നഴ്സിംഗിൻ്റെ അഡ്മിഷനൊക്കെ നല്ല നല്ല കോളേജുകളൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പല സ്റ്റേറ്റുകളിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റിൻ്റെയൊക്കെ ഡേറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പല നല്ല കോളേജുകളിലേക്കുള്ള എൻട്രൻസിൻ്റെ ഡേറ്റുകളും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അതും കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. എപ്പോഴും കേരളത്തിന് പുറത്ത് പഠിക്കുന്ന, അതായത് നല്ല റിപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളിൽ പഠിക്കുന്നതിനൊക്കെ അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. ഇന്ന് നമ്മൾ എയിംസിലേക്ക് നേഴ്സിങ്ങിനുള്ള അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇങ്ങനെയുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണാം. BSc നഴ്സിങ്ങിനും പോസ്റ്റ് ബേസിക് നഴ്സിങ്ങിനുമുള്ള അഡ്മിഷനും അതിൻ്റെ ഡീറ്റെയിൽസും കാണാം. ഫസ്റ്റ് ഈ എക്സാം നടത്തുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ്. ഇത് 20 സിറ്റികളിലായിട്ട് ഇതിൻ്റെ എക്സാം നടത്തും. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് aims.exam.ac.in. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കൊടുക്കാവുന്ന, വളരെ സിമ്പിളായിട്ട് തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. കോൺടാക്ട് നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി BSc നഴ്സിംഗ് എക്സാം ഡേറ്റുകളൊക്കെ 2025 എക്സാം ഡേറ്റുകളൊക്കെയാണ്. ഓൾറെഡി ഇത് ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓഫ് വീക്ക് മാർച്ച് 2025 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓൾറെഡി ഫെബ്രുവരി ലാസ്റ്റോട് കൂടി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഏപ്രിൽ ലാസ്റ്റ് വീക്ക് 4th വീക്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നത് എൻഡ് ആവും. അതായത് എൻഡ് ഡേറ്റ് ഏപ്രിൽ ലാസ്റ്റ് വീക്കാണ്. ഇതിന് റിട്ടൺ എക്സാമും ഒരു കൗൺസിലിംഗ്, അതായത് ആഫ്റ്റർ ദാറ്റ് ഇൻ്റർവ്യൂ, ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂവും കാണുന്നതാണ്. ഇതിന് ഓൾ സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റിലും ഇതിൻ്റെ എക്സാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ തിരുവനന്തപുരമാണ് അതിൻ്റെ സെൻറ്റർ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്വാളിഫിക്കേഷൻ 10+2 ആണ് BScക്ക്, ആൻഡ് GNM ആണ് പോസ്റ്റ് ബേസിന് വേണ്ടത്. ഇതിൻ്റെ നേഴ്സിംഗ് എക്സാമിൻ്റെ ഡേറ്റുകളാണ് BSc നഴ്സിംഗിൻ്റെ ജൂൺ 1, അതുപോലെ പോസ്റ്റ് BSc നഴ്സിംഗിൻ്റെ ജൂൺ 21. ജൂൺ 1 ആണ് BScയുടെ, പോസ്റ്റ് ബേസിക്കിൻ്റെ 21 ഓഫ് ജൂൺ. ഇതിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ആകുന്നത് 6th ഓഫ് ജൂൺ ആണ്. കറക്റ്റ് 6th ഓഫ് ജൂൺ. അത് വിതിൻ 6 ഡേയ്സിലൊക്കെ ഇതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ആകും, എക്സാമിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ആകും. അതുപോലെ പോസ്റ്റ് ബേസിക്കിൻ്റെ 27ന് ഡേറ്റ് ഡിക്ലെയർ ആവും. ഇതിൻ്റെ എക്സാം BSc നഴ്സിംഗിൻ്റെ എൻട്രൻസ് എക്സാം നടക്കുന്നത് ജൂൺ 1, 2025. പോസ്റ്റ് ബേസിക്കിൻ്റെ ജൂൺ 21, 2025 ആണ്. അതോടെ ഇതിൻ്റെ അനൗൺസ് ചെയ്യുന്നത്, റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് BScയുടെ ജൂൺ 26, 2025, പോസ്റ്റ് ബേസിക്കിൻ്റെ ജൂൺ 27, 2025. ഇതെല്ലാം വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നേഴ്സിംഗ് എക്സാമിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇത് മസ്റ്റ് ബി ഇന്ത്യൻ ആയിരിക്കും, ഇന്ത്യൻ സിറ്റിസൺ ആണ് ഇത് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ +2-ന് 55% മാർക്കോട് കൂടി ജനറൽ കാറ്റഗറിയും 50% മാർക്കോട് കൂടി SC/ST കാറ്റഗറിയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവ പാസ്സായിരിക്കണം. ഇങ്ങനെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതോടൊപ്പം പോസ്റ്റ് ബേസിക്കിനാണെങ്കിൽ ഏതെങ്കിലും നല്ല റെപ്യൂട്ടഡ് ആയിട്ട് സ്ഥലത്തു നിന്നുള്ള GNM പാസ്സായതായിരിക്കണം. അതാത് സ്റ്റേറ്റിലെ രജിസ്ട്രേഷനും ആവശ്യമാണ്. അഡ്മിഷൻ പ്രോസസ്സാണ്. ഫസ്റ്റ് റിട്ടൺ എക്സാം ആണ്. റിട്ടൺ എക്സാം 2 മണിക്കൂറാണ് റിട്ടൺ എക്സാം. അത് ഓൺലൈൻ ആയിട്ടാണ് റിട്ടൺ എക്സാം നടക്കുന്നത്. തിരുവനന്തപുരമാണ് കേരളത്തിൽ നിന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. MCQ ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജനറൽ നോളജ് ഇതിനെ ബേസ് ചെയ്താണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 100 മാർക്കാണ് ഇതിന് ടോട്ടൽ മാർക്സ്. ഇതിന് നെഗറ്റീവ് മാർക്കുണ്ട്. ഓരോ ഇൻകറക്റ്റ് ആൻസറിനും 1/3 ഓഫ് ദ മാർക്ക് ആവും. നെക്സ്റ്റ് സ്റ്റേജാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഓർ പേഴ്സണൽ അസസ്മെൻറ്റ്. ഇതിൻ്റെ വെയിറ്റേജ് 30 ആണ്. ടോട്ടൽ 30 ഇതിന് കൺസിഡർ ചെയ്യും. ഇതിന് ഇവാലുവേഷൻ ക്രൈറ്റീരിയ നിങ്ങളുടെ ഹയർ സെക്കൻഡറിയിലെയൊക്കെ മാർക്ക് ഷീറ്റ്, അതായത് പെർഫോമൻസ് നോക്കും. അതോടൊപ്പം GNMകാരാണെങ്കിൽ അവരുടെ GNM പാസ്സായവരാണ് GNMത്തിൻ്റെ അക്കാഡമിക് പെർഫോമൻസും, എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പെർഫോമൻസും കൺസിഡർ ചെയ്യും. ഇതിന് എത്രയാണ് 3 ടൈംസ് ഹയർ റിക്വയർമെൻ്റ് ആണ്. അതായത് 200 ആണ് സീറ്റ് ഉള്ളെങ്കിൽ 600 പേരെയാണ് അവർ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. ഇതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മസ്റ്റ് ബി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 17 ഇയേഴ്സ് ഡിസംബർ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. ഇതോടൊപ്പം തന്നെ ഓൾറെഡി പറഞ്ഞു +2-ന് 55% മാർക്കും, ജനറൽ കാറ്റഗറിക്ക് 55-ഉം SC/STക്ക് 50% മാർക്കും വേണം. ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ.
ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും. ഈ സ്ക്രീനിൽ ആദ്യം ഒരു യെല്ലോ ഈ ഭാഗമുണ്ട്. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഈ ഭാഗത്താണ് ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഇനീഷ്യൽ കൊടുക്കേണ്ടത്. പ്രൊസീഡ് ടു ബേസിക് രജിസ്ട്രേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയിരിക്കുന്ന പ്രൊസീഡ് ടു ബേസിക് രജിസ്ട്രേഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കാണുന്നത്. ഇവിടെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനുശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഓൺ ദി എയിംസ് അഡ്മിഷൻ പോർട്ടൽ ആൻഡ് ഫിൽ ദ റിക്വയർമെൻറ്റ്. അതായത് അതിനുശേഷം നമ്മൾ എന്നാ ചെയ്യണം, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതെല്ലാം ഈ സൈഡിലാണ് നടക്കുന്നത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സബ്മിറ്റ് റിക്വയർഡ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ ചോദിച്ചിരിക്കുന്നത് അതെല്ലാം നമ്മൾ അതിനുശേഷം സബ്മിറ്റ് ചെയ്യണം. അതായത് നമ്മുടെ എല്ലാ സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഷീറ്റുകൾ, പിന്നെ അവർ എല്ലാ കാര്യങ്ങളും വേണം. നിങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ്, നേറ്റിവിറ്റി കാർഡ്, ഇതൊക്കെ അതെല്ലാം SLC ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ നിന്നാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഫോട്ടോയും നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ വേണം. പലതും PDF ഫോമാറ്റിൽ നിങ്ങൾ സേവ് ചെയ്താൽ മതി. ഇതിന് പേയ്മെൻ്റ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പേ ചെയ്യണം. ഈ സ്ക്രീൻ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇതിന് ജനറൽ കാറ്റഗറിക്ക് 2000ഉം OBC അവർക്ക് 2000 ആണ്. SC STക്ക് 1600 ആണ്. അതോടൊപ്പം ഇക്കണോമിക് EWS അതായത് ഇക്കണോമിക്കലി വീക്കർക്കും 1600 ആണ്. ഡിസബിലിറ്റിക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫീസും കൊടുക്കണ്ട. അതിനുശേഷം നിങ്ങൾ വീണ്ടും തിരിച്ച് ഫസ്റ്റ് ഇതിൽ പോയി ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന രജിസ്ട്രേഷൻ ID ഈ ഭാഗത്ത് എൻറ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ID എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ അഡ്മിഷൻ കാർഡോടുകൂടിയേ പോകാൻ സാധിക്കുള്ളൂ. ഇതിപ്പോൾ കാണുമ്പോൾ പ്രോസസ്സൊക്കെ വലുതാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. വെറുതെ നിങ്ങളൊന്ന് ചെയ്ത് നിങ്ങളൊന്ന് എക്സാം ഒന്ന് അറ്റ്ലീസ്റ്റ് ഈ 2 മാസം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എയിംസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം അത്ര ആർക്കും കിട്ടാത്ത ഒരു ഇതൊന്നുമല്ല. കാരണം എല്ലാ വർഷവും എയിംസിൽ വരുന്നത് വേറെ സ്റ്റേറ്റുകളിൽ നിന്നാണ്. നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ആരും തന്നെ അങ്ങനെ അപ്പിയർ പോലും ചെയ്യാറില്ല. ഈ വർഷം നിങ്ങളൊന്ന് അപ്പിയർ ചെയ്ത് നോക്കിയാൽ ചില നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഓരോരുത്തരുടെ ഭാഗ്യമുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. കിട്ടുവാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല നഴ്സിംഗ് നിങ്ങളുടെ ഒരു പ്രൊഫഷനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങളിത് കരുതാവുന്നതാണ്.